ഗുഡ് ആഫ്റ്റർനൂൺ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. PV അൻവറിനെതിരെ ഇന്റലിജൻസ് അന്വേഷണം. ബിഗ് ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ PV അൻവർ MLA-ക്കെതിരെ ഇന്റലിജൻസ് അന്വേഷണം വരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതിലാണ് രഹസ്യാന്വേഷണം. ആരോപണങ്ങൾക്ക് പണമിടപാട് നടന്നോ, പോലീസ് സേനയിൽ നിന്നുള്ളവർക്ക് പങ്കുണ്ടോ തുടങ്ങിയവയിൽ അന്വേഷണമുണ്ടാകും. ഇന്റലിജൻസ് ADGP നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ചാണ് വിശദമായ അന്വേഷണം നടക്കാൻ പോകുന്നത്. വിവരങ്ങളുമായി ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. ദീപക്, മുഖ്യമന്ത്രി ഇന്നലെ പരസ്യമായി PV അൻവറിനെ തള്ളുന്നത്, രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിന് പിന്നാലെ അൻവർ മുഖ്യമന്ത്രിയുടെ നിലപാട് തള്ളിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതും വിമർശനം ഉന്നയിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്റലിജൻസ് അന്വേഷണം കൂടി വരാൻ പോകുന്നു. അൻവറിന് പിന്നിലാര് എന്നുള്ള ചോദ്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവാദം രൂപപ്പെട്ടത് മുതൽ ചർച്ചയായിട്ടുള്ളതാണ്. ഇന്റലിജൻസ് അന്വേഷണത്തിന്റെ സ്വഭാവം, അതിനെ എങ്ങനെ കാണണം ദീപക് ധർമ്മടം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി സമയമെടുത്ത് ഈ കാര്യത്തിലെ നിലപാട് വ്യക്തമാകുന്നു. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി പ്രാഥമികമായ ഇന്റലിജൻസ് റിപ്പോർട്ടും മറ്റ് റിപ്പോർട്ടുകളും എല്ലാം പരിഗണിച്ച ശേഷമാണ് ഇന്നലെ അൻവറിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞത്. പക്ഷേ എന്നാൽ ആ നിലപാട് തള്ളിപ്പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ തള്ളിപ്പറയുന്ന രീതിയിലായിരുന്നു അൻവർ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി എന്ന് ആവർത്തിച്ച് അൻവർ പറയുകയായിരുന്നു. ഇതിന് ശേഷമാണോ എന്ന് വ്യക്തമല്ല. ഏതായാലും സർക്കാർ അൻവറിന്റെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടോ, ഗൂഢാലോചനയിൽ സ്വർണ്ണക്കടത്തുകാർക്ക് ബന്ധമുണ്ടോ, പണമിടപാട് നടന്നിട്ടുണ്ടോ, പോലീസ് ഉദ്യോഗസ്ഥരിൽ ആരൊക്കെ ഇതിൽ പങ്കാളികളായി എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ പോകുന്നു. നേരത്തെ ഇന്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഇന്നലെ മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞതിന് ശേഷവും അൻവർ നടത്തിയ കടന്നാക്രമണം അൻവറിന് വിനയാകുന്നു എന്ന സൂചനയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ശരി, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അൻവറിന്റെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇന്റലിജൻസ് അന്വേഷണം വരാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തള്ളി പറഞ്ഞതോടെയാണ് PV അൻവർ MLA-ക്കെതിരെ ഇന്റലിജൻസ് അന്വേഷണം വരുന്നത് എന്നുള്ളതുകൂടി ശ്രദ്ധേയമാണ്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, പോലീസ് സേനയിലുള്ളവർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് രഹസ്യമായ അന്വേഷണം നടക്കാൻ പോകുന്നത്. ഇന്റലിജൻസ് ADGP നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ചാണ് വിശദമായ അന്വേഷണം. ഒരു റിപ്പോർട്ട് കൂടി കാണാം. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, പിന്നിൽ ആരൊക്കെയുണ്ട്, സാമ്പത്തിക ഇടപാട് നടന്നോ, പോലീസിൽ നിന്ന് ആരൊക്കെ വിവരങ്ങൾ ചോർത്തി നൽകി തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാനാണ് സർക്കാർ നീക്കം. ഇക്കാര്യങ്ങളിലെല്ലാം സംസ്ഥാന ഇന്റലിജൻസ് രഹസ്യാന്വേഷണം നടത്തും. പോലീസിന്റെ രഹസ്യം ചോർന്നതും ഫോൺ ചോർത്തലും SOG ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന നീക്കങ്ങൾ പുറത്തുപോയതും ഏറെ ഗൗരവത്തിലാണ് ആഭ്യന്തര വകുപ്പ് എടുത്തത്. ഇതിൽ പ്രത്യേക അന്വേഷണം നടത്തും. സംസ്ഥാന ഇന്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം നേരത്തെ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് വിശദമായ രഹസ്യാന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്തത്. PV അൻവർ ഉയർത്തിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കിയ വാർത്താസമ്മേളനത്തിന് ശേഷവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ അൻവർ ആരോപണങ്ങൾ ആവർത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതുവരെ എടുത്ത സമീപനമല്ല അൻവറിന് നേരെ ഇനി ഉണ്ടാവുക എന്നത് വ്യക്തം. പാർട്ടി സമ്മേളന സമയത്ത് അൻവറിന്റെ ആവർത്തിച്ചുള്ള ആരോപണത്തിൽ പാർട്ടി നേതാക്കൾക്കിടയിലും അമർഷമുണ്ട്. തെറ്റു ചെയ്തവർക്കെതിരെ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കുമെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ മാധ്യമ ഗൂഢാലോചനയുണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24-നോട് പറഞ്ഞു. തനിക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരസ്യ നിലപാടിൽ PV അൻവർ ചില നേതാക്കളോട് പ്രതിഷേധം അറിയിച്ചതായും വിവരമുണ്ട്. 24 കോഴിക്കോട്. ശിരൂരിൽ തെരച്ചിൽ തുടരുന്നു. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ശിരൂരിൽ തെരച്ചിൽ ഊർജിതം. ഡ്രഡ്ജർ ഉപയോഗിച്ചും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരുമാണ് ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാർ നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ എഞ്ചിൻ ബോക്സ് കണ്ടെത്തിയെങ്കിലും ഇത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. അത് നമ്മളെ വാഹനത്തിൻ്റെതല്ല. തീർച്ചയായിട്ടും അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പഴക്കം ചെന്ന കുമിൻസിന്റെ എഞ്ചിനാണ്. കുമിൻസിന്റെ എഞ്ചിന്റെ മുകളിൽ ഞാൻ അതിന്റെ തൊട്ടടുത്ത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് കാണാതെ പറയാൻ പറ്റും. അതിന്റെ മുകളിൽ ഒരു ടാറ്റന്റെ ബാഡ്ജ് ഉണ്ടാവും. കുമിൻസ് എന്ന് പറഞ്ഞ എഞ്ചിനാണത്. പഴയ മോഡൽ എഞ്ചിനാണത്. ഒരു ട്രക്കിൻ്റെതാണ്. അത് ടാങ്കറിനാണോ മറ്റുള്ളതാണോ എന്നുള്ളത് വിശദമായി പറയേണ്ട ആള് ഞാനല്ല. അത് വിദഗ്ധന്മാർ വന്ന് ചെക്ക് ചെയ്യണം.
ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലിൽ തടിക്കഷ്ണങ്ങളും സ്കൂട്ടറിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. നാവികസേന അടയാളപ്പെടുത്തിയിടത്ത് ഇതുവരെ ഡ്രഡ്ജിംഗ് നടത്തിയിട്ടില്ല. വേലിയേറ്റ സമയമായതിനാൽ തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയും അലക്സ് റാം മുഹമ്മദും ചേരുന്നുണ്ട്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, ഇന്നും നിരാശ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ മരക്കഷ്ണങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അർജുൻ്റെ ലോറിയുടേത് ആയ ഒരു ഭാഗവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ലോറിയുടെ ഭാഗങ്ങൾ കിട്ടിയെങ്കിലും അത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. തെരച്ചിൽ മന്ദഗതിയിലാണ് എന്നുള്ള വിമർശനം അതിനിടയിൽ ഉയരുന്നുണ്ട്. ഈശ്വർ മാൽപ്പയും ചില പരാതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിനെതിരെ. പുതിയ വിവരങ്ങൾ എന്താണ് അലക്സ് റാം മുഹമ്മദ്? റിജിത്ത, ഇന്നത്തെ പരിശോധനയെ 3 ഘട്ടമായി വിലയിരുത്താൻ വേണമെങ്കിൽ, അതായത് ഒന്ന് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണും നീക്കം ചെയ്തുള്ള പരിശോധന, മറ്റൊന്ന് ഡൈവർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡൈവിംഗ്. അത് ഈശ്വർ മാൽപ്പയെ സ്വന്തം നിലയ്ക്ക് നടത്തിയ ഡൈവിംഗ്, ഒന്ന് ഈ ഡ്രഡ്ജർ കമ്പനിയിലെ ഡൈവർമാർ, ആ കമ്പനി തന്നെ ഏർപ്പാടാക്കിയ ഡൈവർമാർ നടത്തിയ ഡൈവിംഗ്. ഈ 2 ഡൈവിംഗിലും ചില വസ്തുക്കൾ ഇന്നും പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ തിരച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ CP4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും CP3 എന്ന് പറയുന്ന പോയിന്റിലുമാണ് ഈ ഡൈവർമാർ ഇന്ന് പരിശോധന നടത്തിയത്. ഇന്ന് മുങ്ങിത്താണ് അവർ പരിശോധന നടത്തിയത്. CP4-ൽ പരിശോധന നടത്തിയത് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാരാണ്. അവിടെ നിന്ന് അവർ കണ്ടെത്തിയത് ഒരു ലോറിയുടേതോ അല്ലെങ്കിൽ ട്രക്കിന്റേതോ എന്ന് കരുതുന്ന ഒരു എഞ്ചിന്റെ ഭാഗമാണ്. ആ എഞ്ചിന്റെ ഭാഗം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുകയും ചെയ്തു. പക്ഷെ അത് ഈ മനാഫിന്റെ ഉടമസ്ഥതയിലുള്ള ലോറി, അതായത് അർജുൻ ഓടിച്ച ടാങ്കറിന്റേതല്ല, ട്രക്കിന്റേതല്ല എന്ന് മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതൊരു ടാറ്റയുടെ എഞ്ചിനാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അതുപോലെ ഈ CP3 എന്ന് പറയുന്ന പോയിന്റിൽ ഈശ്വർ മാൽപ്പയാണ് മുങ്ങിത്താണ് പരിശോധന നടത്തിയത്. അവിടെ നിന്ന് തടിക്കഷ്ണങ്ങളും ഒപ്പം ഒരു ആക്റ്റീവ സ്കൂട്ടറുമാണ് പുഴയുടെ അടിത്തട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ തടിക്കഷ്ണങ്ങൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്, കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് അർജുൻ ഓടിച്ച ഈ ട്രക്കിലെ തടിക്കഷ്ണങ്ങളാണ് എന്ന് മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ സ്കൂട്ടർ ആരുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ നാട്ടുകാർ പറയുന്നത് ലക്ഷ്മണിന്റേതാകാം. അത് ലക്ഷ്മണിന്റെ ഭാര്യ ഉപയോഗിച്ചിരുന്ന ആക്റ്റീവ സ്കൂട്ടർ ഉണ്ട്, അത് ആ സ്കൂട്ടർ ആകാം, അതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതെന്താണെങ്കിലും മുകളിൽ എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിൽ. ശരി, അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. നിലമ്പൂർ MLA PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര MLA എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ സർക്കാരിനും പാർട്ടിക്കുമെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള വിമർശനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. PV അൻവറിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു CPIM. അൻവറിന്റെ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ആ പ്രസ്താവനയിൽ ഉണ്ട്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇന്നലെ മുഖ്യമന്ത്രിയുടെ നിലപാട് തള്ളിക്കൊണ്ട് അൻവർ നടത്തിയ പരസ്യ വിമർശനം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം. അതിനിടയിലും അൻവർ പറയുന്നുണ്ടായിരുന്നു പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ടവർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് എന്ന്. പാർട്ടിയിൽ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് അദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായി CPIM PV അൻവറിനെ തള്ളുന്നു. വിവരങ്ങൾ എന്താണ് MG പ്രതീഷ്? തീർച്ചയായും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി PV അൻവറിനെതിരെ നടത്തിയ രൂക്ഷ പ്രതികരണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ CPIM-ഉം PV അൻവറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. തുടർച്ചയായി ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച പാർട്ടിക്കും സർക്കാരിനുമെതിരെ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു അൻവർ എന്നതാണ് CPIM-ന്റെ പ്രധാനപ്പെട്ട ഈ പരാതി. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഒപ്പം ഈ നിലപാടിൽ നിന്ന് PV അൻവർ പിന്തിരിയണമെന്നതാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവനയായി തന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. അൻവറിന്റെ നിലപാടുകൾ, സർക്കാരിനും പാർട്ടിക്കുമെതിരായ നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ആയുധമായി മാറുന്നു എന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. നേരത്തെ തന്നെ പാർട്ടിയിലും ഒപ്പം മുന്നണിയിലും അറിയിക്കേണ്ട കാര്യമാണ് അൻവർ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ CPIM-ഉം പറയുന്ന കാര്യം. ഇത്തരത്തിൽ അൻവറിന്റെ ഈ സമീപനം ഒരു തരത്തിലും CPIM-ന് യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒപ്പം പാർലമെന്ററി പാർട്ടി അംഗം കൂടിയാണ് അൻവർ. അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകൾ തിരുത്തി മുന്നോട്ട് പോകണമെന്നും ഇതിൽ നിന്ന് പിന്തിരിയണമെന്നുമാണ് ഇപ്പോൾ CPIM അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും പൂർണ്ണമായും നേരത്തെ മുഖ്യമന്ത്രി അൻവറിനെ കൈയൊഴിഞ്ഞിരുന്നു. ഇപ്പോൾ പാർട്ടിയും CPIM-ഉം അൻവറിനെ കൈയൊഴിയുന്നു, അല്ലെങ്കിൽ അൻവറിന്റെ നിലപാടുകളെ, ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നു എന്നതാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന
വിശദീകരണമായിരുന്നു അൻവറിന്റെ ഭാഗത്ത് നിന്ന് പിന്നീട് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അതേ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നിലപാട് പാർട്ടി കൂടി ആവർത്തിക്കുകയാണ്. CPIM മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടുകൾ അതേപടി ആവർത്തിക്കുന്നു. തുടർച്ചയായ ആരോപണങ്ങൾ, അതും ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന തരത്തിൽ ഒന്നും തന്നെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നില്ല. തുടർച്ചയായി ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണെന്നും ഇത് മറ്റ് പ്രതിപക്ഷത്തിനുൾപ്പെടെ ആയുധമാക്കാനുള്ള ഒരു സാഹചര്യം അൻവർ ഒരുക്കുന്നു എന്നുമാണ് CPM ഈ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും അതിരൂക്ഷമായ ഒരു പ്രതികരണം തന്നെയാണ് CPIMന്റെ ഭാഗത്ത് നിന്ന് PV അൻവറിന് എതിരെ ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന് കൂടി പാർട്ടി ആവർത്തിക്കുകയാണ്. റീജിത്ത, MG പ്രദേശ്, ഇന്നലെ PV അൻവർ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു വാദം അത് ഈ മുഖ്യമന്ത്രിയെ ഈ വിശ്വസ്തർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മുഖ്യമന്ത്രി കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് പ്രതിപക്ഷവും ഉയർത്തുന്ന വിമർശനം. മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവിടെയുള്ള മറ്റു ചിലരാണ്. അത് ആ പ്രതിപക്ഷം സജീവമായി ഉയർത്തിക്കൊണ്ടിരുന്ന വിമർശനമാണ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും. ആ വാദത്തിന് അല്ലെങ്കിൽ ആ ആയുധത്തിന് ശക്തി പകരുന്ന തരത്തിലുള്ള വാർത്താ സമ്മേളനമാണ് ഇന്നലെ PV അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് അതീവ ഗൗരവത്തോടു കൂടി തന്നെ CPIM കാണുന്നു. MG പ്രതീഷ്. തീർച്ചയായും. കാരണം ഈ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടിയാകുമെന്ന ഒരു ബോധ്യം മുഖ്യമന്ത്രിക്കും ഒപ്പം CPMനും ഉണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രൂക്ഷമായ രീതിയിൽ അൻവറിനെതിരെ പ്രതികരിച്ചത്. ഇപ്പോൾ CPMന്റെ ഭാഗത്തു നിന്ന് വരുന്ന നിലപാട് അല്ലെങ്കിൽ CPMന്റെ വിശദീകരണവും ആ തരത്തിൽ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാർട്ടിക്കും മുന്നണിക്കും തന്നെയാണ് തിരിച്ചടി ആകുന്നത്. അൻവർ ആദ്യ വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി അൻവറുമായി സംസാരിക്കാൻ ഓഫീസിനോട് നിർദ്ദേശം നൽകിയിരുന്നു എന്നതാണ് വ്യക്തമാക്കിയത്. പക്ഷേ അതിനുശേഷവും തുടർച്ചയായി അൻവർ വാർത്താ സമ്മേളനം നടത്തി. മുഖ്യമന്ത്രി ഇന്നലെ 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്താനിരിക്കെ അതിന് തൊട്ട് മുമ്പ് വീണ്ടും PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ച ഈ സർക്കാരിനും ഒപ്പം മുഖ്യമന്ത്രിയുടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും PV അൻവറിന്റെ ഈ നിലപാടുകളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള സമീപനം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെയും ഒപ്പം പാർട്ടിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും CPMും കൈവിട്ടതോടെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കടുത്ത നിലപാട് CPIMും സ്വീകരിച്ചതോടെ ഇനി അൻവർ ഇക്കാര്യത്തിൽ എന്താ നടപടി അല്ലെങ്കിൽ എന്ത് പ്രതികരണമായിരിക്കും അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ അൻവറിന്റെ ആരോപണങ്ങളിൽ CPM നേതാക്കൾക്ക് പങ്കുണ്ട് അല്ലെങ്കിൽ CPMൽ വലിയ തരത്തിലൊരു വിഭാഗീയത രൂപപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അൻവറിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അതേ നിലപാട് CPIM ആവർത്തിക്കുന്നത്. MG പ്രതീഷ്, ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ആ വാർത്താക്കുറിപ്പിൽ പുറപ്പെടുവിക്കുന്ന പ്രസ്താവനയിൽ ഉള്ളത്. അതിൻ്റെ രാഷ്ട്രീയ വശത്തെ എങ്ങനെ കാണണം? മറ്റൊന്ന്, ഈ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന വിവാദം, അതിൽ CPI അടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാട് നമുക്കറിയാം. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറയുന്നുണ്ടായിരുന്നു, അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ടവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്, പാർട്ടിയും കൈവിട്ടാലോ എന്നുള്ള ചോദ്യത്തിന് അത് അപ്പോൾ നോക്കാം, അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കാം എന്നൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് പാർട്ടിക്ക് കൂടി നൽകിയിരുന്ന സന്ദേശമായിരുന്നു. അത് ആ തരത്തിൽ തന്നെ CPIM കാണുന്നുണ്ടോ MG പ്രതീഷ്? തീർച്ചയായും രഞ്ജിത്ത്. കാരണം അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പക്ഷേ അത് ഈ ഏത് തരത്തിൽ സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയാകുന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തുന്ന കാര്യം. അതുൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും ഇപ്പോൾ നിലവിൽ CPMും ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് കയ്യിൽ ആയുധം കൊടുക്കുന്ന തരത്തിലേക്ക് അൻവർ മാറരുത് എന്നതാണ് ഈ CPIM ഇപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിന്റെ തന്നെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിക്കുന്ന നിലപാടിൽ നിന്ന് PV അൻവർ പിന്മാറണം എന്നതാണ് പ്രധാനമായും CPIM ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ആദ്യം പാർട്ടിയിൽ പറയണമെന്ന നിലപാട് തന്നെയായിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയും സ്വീകരിച്ചിരുന്നത്. പക്ഷേ ആ നിലപാടുകൾക്ക് വിരുദ്ധമായി PV അൻവർ പ്രവർത്തിച്ചു. ഇതാണ് പ്രധാനമായും മുഖ്യമന്ത്രിയെയും CPMലും അതൃപ്തി ഉണ്ടാകാൻ ഇടയാക്കിയ കാര്യം. എന്തായാലും കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഈ ADGP MR അജിത് കുമാറിന് പുറമെ മുഖ്യമന്ത്രിയുടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിച്ചതാണ് കൂടുതൽ അതൃപ്തിക്ക് വഴിവെച്ചത്. കാരണം
കാരണം ഈ പാർട്ടി നിയോഗിച്ച ഒരു വ്യക്തിക്കെതിരെ തന്നെയാണ് PV അൻവർ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത്. കടുത്ത ഭാഷയിലായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് KR ഗോപികൃഷ്ണൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ഇന്നലെ വിശ്വസ്തരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് രക്ഷാകവചം തീർത്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം, അദ്ദേഹം ഈ വിഷയത്തിൽ മൗനം വെടിഞ്ഞുകൊണ്ട് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണമായിരുന്നു. അതിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾ എന്നാണ് പി ശശിയെ മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നത്. അതേ പി ശശിയെ മണിക്കൂറുകൾക്കുള്ളിൽ വാർത്താ സമ്മേളനം നടത്തി സ്വർണ്ണക്കടത്തിന്റെ പങ്ക് പറ്റുന്നയാൾ എന്നുള്ള അതിഗുരുതരമായ വിമർശനം PV അൻവർ ഉന്നയിച്ച സാഹചര്യം, ഈ മുഖ്യമന്ത്രി PV അൻവറിന്റെ രാഷ്ട്രീയ വഴി സൂചിപ്പിച്ചുകൊണ്ട് പണ്ട് കോൺഗ്രസ് ആയിരുന്നു എന്ന് പറഞ്ഞ പരാമർശം, അതിന് പണ്ട് EMSഉം കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള മറുപടി, അങ്ങനെ നേരിട്ട് മുഖ്യമന്ത്രി ആക്രമിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് എണ്ണി മറുപടി പറയുന്ന PV അൻവറിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോഴും പാർട്ടിയിൽ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി PV അൻവറിനെ കൈവിടുകയാണ്. ഈ സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? KR ഗോപികൃഷ്ണൻ. ശ്രീജിത്ത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 ഉന്നതർക്കെതിരെയും പോലീസിലെ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെയും PV അൻവർ തുറന്നുവിട്ട ആരോപണങ്ങളുടെ വിവാദ കൊടുങ്കാറ്റിൽ അൻവർ ഒറ്റപ്പെടുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ PV അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ളൊരു നിലപാട് പാർട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം റിജിത്ത്, നമുക്കറിയാം, മുഖ്യമന്ത്രി PV അൻവറിന്റെ നിലപാടുകളെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം പ്രയോഗിച്ചൊരു വാക്ക് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല എന്നാണ് PV അൻവർ പരസ്യമായി മാധ്യമങ്ങളിലൂടെ പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ച അദ്ദേഹത്തിന്റെ ഭാഷ അതായിരുന്നു. അതായത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന് മതിയായ വേദികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിയിൽ ഈ പരാതികൾ നൽകാമായിരുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സർക്കാരിന് ഈ പരാതികൾ നൽകാമായിരുന്നു. ഭരണകക്ഷി MLA എന്ന നിലയിൽ, ഇടതുമുന്നണിയുടെ പാളയത്തിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഈ മര്യാദകൾ PV അൻവർ പാലിച്ചില്ല എന്ന തന്റെ പരാതിയും ആക്ഷേപവും പരസ്യമായി അദ്ദേഹം അതൃപ്തിയായി പ്രകടിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചെയ്തത് എന്നത് നമ്മൾ കണ്ടു. അവിടെയാണ് തൊട്ടു പിന്നാലെ നേരത്തെ റിജി സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി എത്രത്തോളം ശക്തമായ ഭാഷയിലാണോ PV അൻവറിനെ തള്ളിപ്പറഞ്ഞത്, അതേ ഭാഷയിൽ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന PV അൻവറിനെ നമ്മൾ കണ്ടു. അപ്പോഴും അൻവറിന്റെ മുന്നിലുള്ള ഒരു പ്രതീക്ഷ നമുക്കറിയാം. ഇതുവരെ മുഖ്യമന്ത്രിയെ ഒരു കൂട്ടർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ തന്നെ ദുർബലപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അൻവർ ഇതുവരെ ആരോപണങ്ങൾ ഉന്നയിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം അത് പാർട്ടിയെ കൂടി കക്ഷി ചേർക്കുന്ന നിലയിലേക്ക് അതിന്റെ സ്വഭാവത്തെ അൻവർ മാറ്റുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അവിടെ PV അൻവർ ഒറ്റപ്പെടുകയാണ് എന്നതാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പിലൂടെ പ്രകടമാകുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പ്രധാനമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണങ്ങളായിരുന്നു. 2 മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ്. ഈ 2 ആരോപണങ്ങളും മുഖ്യമന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മേധാവി എന്ന നിലയിൽ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നയാൾ എന്ന നിലയിൽ പിണറായി വിജയന് കേടുപാടുകൾ സംഭവിക്കുന്ന ആരോപണങ്ങളായിരുന്നു. ഈ ആരോപണങ്ങളിൽ പാർട്ടി തനിക്കൊപ്പം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ PV അൻവറിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ രഹസ്യമായ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അൻവറിനെതിരെ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ആരുടെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് PV അൻവർ ഇത്ര ശക്തമായി മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം വഹിക്കുന്ന ADGPക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന ചോദ്യമുണ്ടായിരുന്നു. KR ഗോപികൃഷ്ണൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. KR ഗോപികൃഷ്ണനിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. ഇപ്പോൾ ദീപക് ധർമ്മടം കൂടി കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക് ധർമ്മടം, ഈ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ആര് എന്നുള്ള ചോദ്യമൊക്കെ സജീവ ചർച്ചയായി നിന്നതാണ്. ഈ വലിയ പ്രതീക്ഷ പാർട്ടിയിൽ അൻവർ വെച്ചു പുലർത്തിയിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഈ വിവാദം രൂപപ്പെട്ടതിന് ശേഷം നമ്മൾ കണ്ടതാണ്. അന്വേഷണം നടക്കട്ടെ എന്ന് പാർട്ടി പറയുമ്പോഴും പാർട്ടിയുടെ പിന്തുണ ഈ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്നുള്ള സംശയം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചർച്ചകളൊക്കെ സജീവമായി നിന്നതാണ്. അതിനിടയിൽ അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അൻവറിന്റെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് CPIM എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെ കാണണം? അതിനിടയിൽ തന്നെ അൻവറിനെതിരെ ഇന്റലിജൻസ് അന്വേഷണം വരാൻ പോകുന്നു എന്നടക്കമുള്ള മറ്റു ചില നിർണായകമായ നീക്കങ്ങൾ കൂടി സമാന്തരമായി നടക്കുന്ന ഘട്ടത്തിൽ ദീപക് ധർമ്മടം. റിജിത്ത്, ഇന്ന് കാലത്ത് 24 ബ്രേക്ക് ചെയ്ത ഇന്റലിജൻസ് അന്വേഷണം, അതായത് അൻവറിനെതിരെ സർക്കാർ തിരിയുന്നു എന്ന 24ന്റെ ബ്രേക്കിങ്ങിന് ശേഷം ഉണ്ടാകുന്ന സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് എന്നുകൂടി നമ്മൾ
കൂട്ടി വായിക്കേണ്ടതാണ്. അതായത് അൻവറിനെ പൂർണ്ണമായി ഇന്നലെ മുഖ്യമന്ത്രി തള്ളിയതിനു ശേഷം ഒരു അന്വേഷണത്തിന് ശേഷം പാർട്ടി തള്ളുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും ദിവസം ഈ വിഷയത്തിൽ CPIM-ഉം സർക്കാരും പ്രതികരിക്കാതിരുന്നത് വളരെ കൃത്യമായി വിഷയത്തെ പഠിക്കുകയായിരുന്നു. അതിന് ADGP മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നു. പാർട്ടി തന്നെ ഈ കാര്യത്തിൽ പ്രാദേശികമായി പോലും വിവരശേഖരണം നടത്തി. അൻവറിന് പുറകിൽ പലരുമുണ്ട്, അൻവറിന് പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്, വലിയ രീതിയിലുള്ള മാധ്യമ ഗൂഢാലോചന, അതുപോലെ തന്നെ പണം ഇറക്കി എന്നുള്ളതൊക്കെയുള്ള വിവരങ്ങൾ പാർട്ടിക്ക് ലഭിച്ചു, സർക്കാരിന് ലഭിച്ചു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു വിവരം ലഭിക്കുന്നത്. സംസ്ഥാന ഇന്റലിജൻസ് അൻവറിന് പുറകിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നും വിവരങ്ങൾ ചോർന്ന വിഷയങ്ങൾ, ഇതെല്ലാം അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. ആ സർക്കാർ തീരുമാനത്തിന് പുറകിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഏതായാലും CPIM സെക്രട്ടേറിയറ്റിന്റെ ഈ പ്രസ്താവന വരുന്നതോടുകൂടി പൂർണ്ണമായും രാഷ്ട്രീയമായി അൻവറിനെ CPIM തള്ളിപ്പറയുകയാണ്. കാരണം അൻവർ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പാർട്ടി ശത്രുക്കളുടെ, സർക്കാർ ശത്രുക്കളുടെ ഒരു ആയുധമായി മാറി എന്നത് തന്നെയാണ് ഈ പ്രസ്താവനയിൽ. അൻവറിനോട് യോജിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഇതിൽ നിന്നും മറ്റുള്ളവർ പിൻവലിയണം എന്ന് പറയുമ്പോൾ അൻവറിന് റെഡ് സല്യൂട്ട് നൽകി സോഷ്യൽ മീഡിയയിൽ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അഭിവാദ്യങ്ങൾ ചെയ്തിരുന്നു. അതെല്ലാം ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. അതും പ്രധാനമാണ്. ഇത്തരം രീതികളിൽ നിന്ന് പിന്തിരിയണം എന്നുള്ള മുന്നറിയിപ്പ് CPIM നൽകുന്നതോടുകൂടി അൻവറിനെ പിന്തുണച്ചുകൊണ്ട് നടത്തുന്ന, അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉള്ള രീതിയിൽ നടത്തുന്ന സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ അടക്കം ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി പരോക്ഷമായി CPIM നൽകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ പരമ്പര, അതുണ്ടാക്കിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ, അതിനൊക്കെ ഇടയിൽ PV അൻവറിനെ പരസ്യമായി തള്ളുന്നു CPIM നേതൃത്വം. പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് PV അൻവർ പിന്മാറണം എന്നുള്ള അഭ്യർത്ഥന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. സർക്കാരിനും പാർട്ടിക്കുമെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് പരസ്യമാക്കിക്കൊണ്ട് CPIM രംഗത്ത് വരുന്നത്. KR ഗോപികൃഷ്ണൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപികൃഷ്ണൻ, ഈ അൻവറിൻ്റെ ഈ വിവാദം രൂപപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കേട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനൊരു സഖാവാണ്, സഖാക്കൾക്ക് വേണ്ടിക്കൂടിയാണ് താൻ ഈ പോരാട്ടം നടത്തുന്നത്. ഒരു ഘട്ടത്തിൽ രക്തസാക്ഷി കുടുംബങ്ങളെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അവരുടെ പോരാട്ടങ്ങളെ PV അൻവർ സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ഈ പാർട്ടിയിലെ ചില ആളുകളാണോ, അല്ലെങ്കിൽ പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത, വിഭാഗീയത, അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന തരത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗമാണോ അൻവറിന് പിന്തുണ നൽകുന്നത് എന്നുള്ള ചോദ്യം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു. ഈ ചർച്ചകൾക്ക്, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ ഒരൊറ്റ നിലപാടിലൂടെ പാർട്ടി ഉത്തരം പറയുകയാണോ KR ഗോപികൃഷ്ണൻ? ഒരു സംശയവുമില്ല റീജിത്ത്. അതായത് മുഖ്യമന്ത്രി ഇന്നലെ തള്ളിപ്പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പാർട്ടിയും PV അൻവറിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിലെ വാചകങ്ങൾ. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ, അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ, ക്രമസമാധാന പാലനം വഹിക്കുന്ന ADGPക്കെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒക്കെ PV അൻവർ മറക്കാതെ പ്രയോഗിച്ചിരുന്നൊരു വാക്കാണ്, ഒരു സഖാവ് എന്ന നിലയിലാണ് ഞാൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് PV അൻവർ ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരു കാര്യം ഉറപ്പുവരുത്താൻ ശ്രദ്ധിച്ചിരുന്നു. അത് പാർട്ടിയുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ്, പാർട്ടിക്ക് വേണ്ടിയാണ് താൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ശുദ്ധീകരണമാണ് തൻ്റെ ആരോപണങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന പ്രതീതി ഉണ്ടാക്കാൻ PV അൻവർ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമാണ് നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ ആരോപണങ്ങൾ വലിയ വിവാദമാകുന്ന തുടക്കം, ആരംഭകാലത്ത് തന്നെ PV അൻവർ പറഞ്ഞിരുന്നത് ഒരു സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ഈ ആരോപണങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും, പാർട്ടിയിലെ പ്രമുഖർ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും ഫോൺ എടുക്കാതെ താൻ മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കാരണം ഒരു പാർട്ടി സഖാവ് എന്ന നിലയിൽ പാർട്ടിയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് എന്ന ഒരു കവറിംഗ് എപ്പോഴും PV അൻവറിന് ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഉണ്ടായിരുന്നു. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ അൻവർ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ പരാതി പറയുന്നവർ കണ്ണൂരിൽ നിന്നുള്ള സഖാക്കളുടെ കുടുംബങ്ങൾ എന്നോട് നേരിട്ട് വന്ന് പരാതി പറയുന്നുണ്ട്. അവിടെ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായവർ
അവരുടെ കുടുംബങ്ങൾ വന്ന് എന്നോട് പരാതിപ്പെടുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ വിഭാഗീയതയിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് നിൽക്കാവുന്ന ആരോപണങ്ങളിൽ പാർട്ടിയിലെ സാധാരണക്കാരായ ആളുകൾ, അവിടുത്തെ റാങ്ക് ആൻഡ് ഫയലിന്റെ കൂടി താല്പര്യം താൻ പാലിച്ചുകൊണ്ടാണ് തന്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ ഈ കാര്യങ്ങളിൽ താൻ നിലപാടെടുക്കുന്നു എന്നാണ്. അതായത് പാർട്ടിയെ കൂടി ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ, പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായി PV അൻവറിന്റെ ഈ സമീപനങ്ങൾ മാറിയിരുന്നു. അപ്പോൾ അൻവർ സ്വാഭാവികമായും പുറത്തുണ്ടാക്കിയിരുന്ന പ്രതീതി ഈ ഭരണത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേലുള്ള മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം സംബന്ധിച്ച കാര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി താൻ ശ്രമിക്കുന്നു. അതിന് പാർട്ടിയുടെ പിന്തുണ നേടിയെടുക്കാൻ തനിക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസം ഒരുപക്ഷെ PV അൻവറിന് ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു ആത്മവിശ്വാസം PV അൻവർ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വിഘാതമുണ്ടാക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന ഒന്നായി ഇന്നത്തെ പാർട്ടിയുടെ നിലപാട് മാറുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറയുന്ന രീതിയിലല്ല അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് പറഞ്ഞതോടുകൂടി പാർട്ടിയും ഇനി അൻവറിനൊപ്പം ഇല്ല എന്ന് വ്യക്തമാകുന്നു. ഏതായത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പരസ്യമായി പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഭരണകക്ഷി MLA ഉയർത്തുന്ന ഇത്തരം ആരോപണങ്ങൾ അത് ഇനി മേലാൽ അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് പാർട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പാർട്ടിയുടെ പിന്തുണ PV അൻവറിന് ഇല്ല എന്ന് മാത്രമല്ല റിജിത്ത്, PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് മാറുകയാണ്. ഒരു കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുകയും പിന്നെ ഇടതുപക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്ത് അങ്ങനെ MLA ആയി വരികയും പിണറായി വിജയന്റെ വിശ്വസ്തനും അടുപ്പക്കാരനും എന്നുമുള്ള മേൽവിലാസം ഉണ്ടാക്കുകയും ചെയ്ത PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി അറിയേണ്ടത് PV അൻവറിന്റെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞാൽ ഇല്ലാതാകുന്ന ആളല്ല താൻ എന്നുള്ള കാര്യം PV അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. തീയിൽ കുരുത്തതാണ്, പോരാട്ടം തുടരും എന്നായിരുന്നു PV അൻവറിന്റെ മുഖ്യമന്ത്രി തള്ളിയതിനു ശേഷവുമുള്ള നിലപാട്. പാർട്ടി കൂടി തള്ളിപ്പറയുന്നതോടുകൂടി PV അൻവർ എന്ത് സമീപനമായിരിക്കും, എന്ത് പ്രതികരണമായിരിക്കും നടത്താൻ പോവുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. KR ഗോപികൃഷ്ണനൊപ്പം തന്നെ MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. PV അൻവർ MLA പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് പുലിവാല് പിടിച്ച് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ്. നാടിന്റെ നന്മയ്ക്കായി ഒരുമിച്ച് പോരാടാമെന്ന് ആഹ്വാനം ചെയ്ത ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുസ്ലിം ലീഗിലും UDFിലും ആശയക്കുഴപ്പമുണ്ടാക്കി. എന്നാൽ നേതാക്കളുടെ ഇടപെടലിൽ ഉടൻ തന്നെ ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ഇക്ബാൽ മുണ്ടേരിയോട് മുസ്ലിം ലീഗ് നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ രാഷ്ട്രീയ വിവാദം ആളിപ്പടരുകയാണ്. ഇതേസമയം PV അൻവറിന്റെ സ്വന്തം തട്ടകത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം അൻവറിനെ പരസ്യമായി സ്വാഗതം ചെയ്തതാണ് രാഷ്ട്രീയ കൗതുകമായത്. PV അൻവർ ലീഗിലേക്ക് പോയേക്കുമെന്ന നേരത്തെ ഉണ്ടായ അഭ്യൂഹങ്ങളും ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ വീണ്ടും ചർച്ചയായി. PV അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ്. ലീഗിന്റെയും UDFിന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസുകാരനായ അൻവർ തയ്യാറാവുന്ന ഘട്ടം വരുമെന്നായിരുന്നു പോസ്റ്റിലെ വരികൾ. പിന്നാലെ നിലമ്പൂരിലെ ലീഗ് നേതാവിനെ തള്ളി നേതാക്കൾ. ഞങ്ങളാരും പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാനറിയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് ഇനി അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ അവരുടെ ഓരോരുത്തർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിനൊന്നും സോഷ്യൽ മീഡിയ തന്നെ അതിൽ വരുന്ന ചർച്ചകൾ നിയന്ത്രിക്കാൻ ഇപ്പോൾ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് അവര് ശരിയാന്ന് അവർ പറയട്ടെ. നേതൃത്വം ഇടപെട്ടതോടെ ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. PV അൻവറിനെ ആരും ലീഗിലേക്ക് സ്വാഗതം ചെയ്തിട്ടില്ലെന്ന് PMA സലാമും പ്രതികരിച്ചു. PV അൻവറിനെ പോലൊരാളെ UDFിന് ആവശ്യമില്ലെന്ന് MM ഹസൻ. അൻവറെ പോലുള്ള ഒരാളെ ഞങ്ങൾക്കെന്തിനാ? അൻവറിനെ ഒന്നും ഒരു സഹായവുമില്ലാതെ കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ UDF എല്ലാ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരും. പല വ്യാഖ്യാനങ്ങൾക്കും അനവസരത്തിൽ ഇട നൽകുന്ന പോസ്റ്റ് എന്നതാണ് പൊതുവിമർശനം. അതുകൊണ്ട് തന്നെ മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കാനാണ് ലീഗ് നേതൃത്വത്തിൽ ആലോചന. 24 മലപ്പുറം. തീരാതെ തൃശൂർ പൂരം വിവാദം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ല എന്ന് ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിൽ വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. പൂരം കലക്കൽ വിവാദത്തിൽ CPIയുടെയും പ്രതിപക്ഷത്തിന്റെയും ആരോപണങ്ങൾ തള്ളുന്നതാണ് ADGPയുടെ റിപ്പോർട്ട്. പൂരം അലങ്കോലമായതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ലെന്നാണ്
ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിലുണ്ടായ പാളിച്ച മാത്രമാണ്. കോടതി നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. അവിടുത്തെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റി. ഉന്നത ഉദ്യോഗസ്ഥരെ കൃത്യമായി വിവരങ്ങൾ അറിയിച്ചില്ല. വിവിധയിടങ്ങളിൽ നിയോഗിച്ചത് അനുഭവ പരിചയം കുറഞ്ഞ ഉദ്യോഗസ്ഥരെയെന്നും ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പൂരം പൂർത്തിയാക്കാൻ ദേവസ്വങ്ങളും സമ്മതിച്ചില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം 1600-ലധികം പേജുള്ള റിപ്പോർട്ടാണ് MR അജിത് കുമാർ സമർപ്പിച്ചിട്ടുള്ളത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണം നടന്നില്ലെന്നും റിപ്പോർട്ട് അട്ടിമറിച്ചുവെന്നുമുള്ള പ്രതിപക്ഷ ആരോപണം ശക്തമായിരിക്കെയാണ് 5 മാസത്തിനു ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചത്. 24 തിരുവനന്തപുരം. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളി CPIയും കോൺഗ്രസും. ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പറഞ്ഞു. പൂരം കലക്കലിൽ ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ പ്രസക്തിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. പിന്നാലെ CPIയെ പരസ്യമായി KPCC പ്രസിഡന്റ് UDF-ലേക്ക് ക്ഷണിച്ചു. തൃശൂർ പൂരം കലക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന് CPI ഒന്നടങ്കം ആരോപിക്കുമ്പോഴാണ് ബാഹ്യ ഇടപെടലില്ലെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് CPI. റിപ്പോർട്ട് സ്വീകരിക്കാനാകില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. ബാഹ്യ ഇടപെടലില്ല എന്നുള്ള റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ട് കോൺഗ്രസും തള്ളി. പൂരം കലക്കിയതിൽ ആരോപണ വിധേയനായ MR അജിത് കുമാർ തന്നെ നൽകിയ റിപ്പോർട്ടിന് പ്രസക്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും K മുരളീധരനും പ്രതികരിച്ചു. ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല. പൂരം കലക്കിയതിനെ കുറിച്ചുള്ളൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം. പിന്നാലെ CPIയെ UDF-ലേക്ക് സ്വാഗതം ചെയ്ത KPCC പ്രസിഡന്റ് K സുധാകരൻ. എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം? ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറെയില്ലേ? സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുകൂടാ CPIക്ക്? UDF-ലേക്ക് തെറ്റിദ്ധരുത്തി അവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിഗണിക്കും. പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലെന്നും പോലീസ് ഇടപെടലാണെന്നും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ആരോപിച്ചു. 24 തൃശൂർ. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലേക്ക്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുരുക്കുമുറുക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലേക്ക്. പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാനാണ് നീക്കം. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ദേശീയ വനിതാ കമ്മീഷൻ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത്. 24 ബിഗ് ബ്രേക്കിംഗ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ. കേരളത്തിലെത്തി വനിതാ കമ്മീഷൻ അംഗങ്ങൾ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കും. കൂടുതൽ പരാതിയുള്ളവർക്ക് കമ്മീഷനെ നേരിട്ട് സമീപിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ കേരള ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നൽകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും റിപ്പോർട്ടോ കത്തിന് മറുപടിയോ നൽകാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കടുത്ത നടപടിക്കൊരുങ്ങുന്നതെന്നും ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ വ്യക്തമാക്കി. ഇതിനോടകം പുറത്തുവന്ന കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ ഗൌരവമേറിയതാണെന്നും കമ്മീഷൻ വിലയിരുത്തി. കേരള സന്ദർശനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാകാത്തവർക്കും പുതിയ പരാതികളുള്ളവർക്കും ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകാം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രത്യേക സംഘമാകും കേരളത്തിലേക്ക് എത്തുക. പരാതിക്കാരിൽ നിന്ന് വിശദമായ മൊഴിയെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നീക്കം. വിനീത VG, 24 ഡൽഹി. യുവനടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ സിദ്ദീഖിനെതിരെ കൂടുതൽ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്ന് പോലീസ്. സംഭവത്തിന് ശേഷം നടി ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണമുന്നയിച്ച നടിക്കെതിരായ പോക്സോ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറിയേക്കും. സിദ്ദീഖിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയായിരുന്നു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദീഖ് താമസിച്ചിരുന്നതിന്റെ തെളിവുകൾ നേരത്തെ പോലീസിന് ലഭിച്ചു. യുവനടിയുടെ മൊഴിപ്രകാരം ലൈംഗികാതിക്രമം നടന്ന അതേ ദിവസം തന്നെയാണ് സിദ്ദീഖ് ഹോട്ടലിൽ താമസിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിന് ശേഷം നടി മാനസികമായി തളർന്നുവെന്നും ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ തെളിവുകൾ ലഭിച്ചുവെന്നും അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടാതെ നിർണായകമായ ചില സാക്ഷിമൊഴികളും ലഭിച്ചു. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി വിധി വരുന്നതിന് പിന്നാലെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം.
എം മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരായ പോക്സോ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറാനും നീക്കമുണ്ട്. മൂവാറ്റുപുഴ പോലീസാണ് നടിയുടെ ബന്ധുവായ യുവതിയുടെ പരാതിയിൽ കേസെടുത്തത്. നടി മുൻകൂർ ജാമ്യാപേക്ഷയുമായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. 24 തിരുവനന്തപുരം. മൂവാറ്റുപുഴ മാറാടിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വടിവാൾ വീശി മുസ്ലിം ലീഗ് നേതാവിന്റെ മകന്റെ ഭീഷണി. ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് മൂവാറ്റുപുഴ സ്വദേശി ഹാരിസ് PA വടിവാളുമായി എത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA അമീർ അലിയുടെ മകനാണ് ഹാരിസ്. സംഘാടകരുടെ പരാതിയിൽ മൂവാറ്റുപുഴ പോലീസ് ആയുധ നിയമം ചുമത്തി ഹാരിസിനെ അറസ്റ്റ് ചെയ്തു. 24 എക്സ്ക്ലൂസീവ്. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. ഒരു ഫൗള് വിളിച്ചതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റവും തർക്കവും റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം ഈ പറയുന്ന വ്യക്തിയുടെ കുട്ടി കയറി പോകാണ്ട് ആ കുട്ടി വിളിച്ചു വരുത്തിയാണ് ഫാദറിനെ. അപ്പോൾ കുട്ടി തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കാണ്ട് ഈ ഫാദർ ആവശ്യമില്ലാത്ത മാരകായുധങ്ങളും വന്നിട്ട് അവിടെ അണ്ടർ 17 ആണ്. അപ്പോൾ ആ രീതിക്കുള്ള പിള്ളേരും കുറച്ച് മുതിർന്നവരും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരെ വന്ന് ഭീഷണിപ്പെടുത്തി, ഇവിടെ കളിപ്പിക്കൂല, നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ള രീതിക്ക് ചോദിച്ച് ഭീഷണിപ്പെടുത്തി. ഇതാണ് സംഭവം ഉണ്ടായത്. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. എബിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലായത്? ഈ വടിവാൾ വീശുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? പോലീസിന്റെ ഇടപെടൽ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. പോലീസ് പറയുന്നത് എന്ത് എബിൻ? TK റിജിത്ത്, ഈ ഫുട്ബോൾ കളിക്കിടെയുള്ള തർക്കമൊക്കെ പതിവാണ്. കുട്ടികൾ തമ്മിലുള്ള കളിയാണ്. അതിൽ മുതിർന്നവർ ഇടപെട്ടതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. കാരണം അതിൽ വടിവാൾ വീശിയൊക്കെയുള്ള ഭീഷണി വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാവുന്നു. അത് ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നതാണ്. ഇത് മൂവാറ്റുപുഴയിലെ മാറാടിയിൽ മിലാൻ ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിനിടെയായിരുന്നു ഈ സംഭവം. ഇന്നലെ വൈകുന്നേരമാണ് കളിക്കിടെ കുട്ടികൾ തമ്മിൽ തർക്കമുണ്ടായി. അതിൽ ഈ പ്രതിയായ ഹാരിസിൻ്റെ മകനുമുണ്ടായിരുന്നു. ഈ മകന് റെഡ് കാർഡ് കാണിച്ച് റഫറി കയറ്റിവിടുന്നു. ഇതേ തുടർന്നാണ് തർക്കമുണ്ടായത്. പിന്നീട് ഈ ഹാരിസ് എത്തി ഈ കുട്ടികളെ വടിവാൾ വീശിയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന രംഗമാണ് ഉണ്ടായത്. കുട്ടികൾ തമ്മിലുള്ള തർക്കം അവിടെ തീർക്കാതെ വടിവാൾ വീശിയുള്ള ഭീഷണി നടത്തുന്ന ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു. ഈ ഹാരിസ് മുസ്ലിം ലീഗ് നേതാവിൻ്റെ മകനാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായ PA അമീർ അലിയുടെ മകനാണ് ഈ ഹാരിസ്. മൂവാറ്റുപുഴയിലെ ഒരു വ്യാപാരി കൂടിയാണ് ഇദ്ദേഹം. അതിനിടെയാണ് ഈ കുട്ടികൾ തമ്മിലുള്ള തർക്കത്തിനിടെ വടിവാൾ വീശിയുള്ള ഭീഷണിയൊക്കെ ഉണ്ടായത്. ഏതായാലും മിലാൻ ക്ലബ്ബ് ഭാരവാഹികളുടെ പരാതിയിൽ ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് ആയുധ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഹാരിസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയ ശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ശരി, എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക്. ആ സംഭവത്തിന് നേതൃത്വം കൊടുത്തവർ സ്ഥിരം ഈ പരിപാടിയായിട്ട് നടക്കുന്നൊരു ആളുകളാണ്. കാരണം അവരുടെ രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരം മൂവാറ്റുപുഴയിലെ സ്കൂളുകളിലും കോളേജുകളിലും ഇത്തരത്തിലുള്ള കായിക ഇടങ്ങളിലുമെല്ലാം നിരന്തരം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ കഴിയും, ഇത്തരത്തിൽ സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ ഈ സംഘർഷം ഉണ്ടാക്കിയ വ്യക്തി ഹാരിസ് മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡൻറ്റിൻ്റെ മകനാണ്. ഒരു വ്യവസായ ഗ്രൂപ്പ് കൂടി സംവിധാനം ഉള്ള ആളുകളാണ് ഇവർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു വലിയ സംവിധാനം ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ കായികമായി എല്ലാ കാര്യങ്ങളെയും നേരിടുന്ന ഒരു രീതിയാണ് ഇവിടെ വളർന്നുള്ളത്. ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് പോലീസിന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് രണ്ടാം മത്സരമാണ്. രാത്രി 7:30 കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളാണ് എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഇന്നും നായകൻ അഡ്രിയാൻ ലൂണ കളിക്കില്ല. തുടക്കം പാളിയെങ്കിലും കൊച്ചിയിൽ നിന്ന് തന്നെ സീസണിലെ ആദ്യ പോയിന്റ് നേടാമെന്ന പ്രതീക്ഷയിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. അവസാന നിമിഷങ്ങളിലെ കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ 1-2 ഗോളിനായിരുന്നു ആദ്യ കളിയിലെ കൊമ്പന്മാരുടെ തോൽവി. മധ്യനിരയിൽ നായകൻ അഡ്രിയാൻ ലൂണയുടെ അഭാവവും പ്രതിരോധത്തിലെ പിഴവുകളും പഞ്ചാബിനെതിരായ തോൽവിക്ക് കാരണമായി. പനിമൂലം അഡ്രിയാൻ ലൂണയ്ക്ക് ഇന്നും കളിക്കാനാവില്ലെങ്കിലും രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പുതിയ സ്ട്രൈക്കർ ജെസ്യൂസ് ഹിമനേസ് ആദ്യ മത്സരത്തിലെ ഗോളടിച്ചത് പോസിറ്റീവാണ്. ക്വാമി പെപ്രയ്ക്ക് പകരം ജെസ്യൂസ് ഇന്ന് ആദ്യ 11-ൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിനി ബ്ലാസ്റ്റേഴ്സാണ് ഈസ്റ്റ് ബംഗാൾ. ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെ മികച്ച ഗോൾവേട്ടക്കാരനായ ദിമിത്രിയോസ് ഡിയാമൻഡക്കോസ്, മധ്യനിരയുടെ നട്ടലായിരുന്ന ജിക്സൺ സിംഗ്, പഴയ കാവൽഭടൻ പ്രപ്സുഗൻ ഗിൽ, മുഹമ്മദ് റാക്കിബ് തുടങ്ങി കൊൽക്കത്തൻ നിരയിൽ പരിചിത മുഖങ്ങൾ ഏറെയുണ്ട്. ഈസ്റ്റ് ബംഗാളിന്റെയും തുടക്കം തോൽവിയോടെയായിരുന്നു. ആദ്യ മത്സരത്തിൽ കൊൽക്കത്തൻ ക്ലബ്ബ് തോറ്റത് എതിരില്ലാത്ത 1 ഗോളിന് ബംഗളൂരു FCക്കെതിരെ. നേർക്കുനേർ പോരാട്ടങ്ങളിൽ നേരിയ മുൻതൂക്കം ബ്ലാസ്റ്റേഴ്സിനുണ്ട്. 3 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചപ്പോൾ ഈസ്റ്റ് ബംഗാൾ ജേതാക്കളായത് 2 3 കളികൾ സമനിലയിലായി. സ്പോർട്സ് ഡെസ്ക് 24.
ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.